ബീഹാറിൽ നാലാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 7 ജില്ലകളിലെ 55 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 18.97% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, നാലാം ഘട്ടം വിധിയെഴുത്തിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിൽ സുപ്രധാനമായ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തുന്നത് ഏതൊക്കെ മേഖലയിലാണ്? ജനവിധിയോട് ഇന്നത്തെ പ്രതികരണം? പ്രജീഷ്, ഇപ്പോൾ നാലാം ഘട്ടത്തിലെ 3 മണിക്കൂറിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ 58% പോളിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ 3 ഘട്ടത്തിലേതുപോലെ തന്നെ നല്ലൊരു പോളിംഗ് ശതമാനത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മിക്ക ബൂത്തുകളിലും നല്ല രീതിയിലുള്ള ഒരു ജനസാന്നിധ്യമാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി ദൃശ്യമാവുകയും ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ ചില ബൂത്തുകളിൽ സംഘർഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ സ്ഥിതി കുഴപ്പമില്ലാത്ത രീതിയിലാണ് എന്നാണ് അധികൃതരടക്കം അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 55 മണ്ഡലങ്ങളിലായി 7 ജില്ലകളിലെ 55 മണ്ഡലങ്ങളിലായി 776 സ്ഥാനാർത്ഥികളാണ് ജനവിധി മത്സരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ തന്നെ 253ഓളം സ്ഥാനാർത്ഥികൾ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികൾ കൂടിയാണ്. 78 ലക്ഷത്തോളം പുരുഷ വോട്ടർമാരും 68 ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാരും ഉൾപ്പെടെ 1,47 ലക്ഷത്തിൽ പരം ആളുകളാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. പൊതുവെ NDAക്ക് തന്നെയാണ് ഈ നാലാം ഘട്ടത്തിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. അടുത്ത ഘട്ടത്തിൽ സീമാഞ്ചൽ, കോശി അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ മുസ്ലിം വോട്ടുകളൊപ്പം യാദവ ഭൂരിപക്ഷമുള്ള പ്രദേശമായതിനാൽ ഈ നാലാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ കൈക്കലാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA സഖ്യം നിലനിൽക്കുന്നത്. അതേസമയം സ്വദേശികളായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിതീഷ് ലാലു സഖ്യവും ഉള്ളത്. നിലവിൽ NDAയിൽ 42 സീറ്റുകളിൽ BJP മത്സരിക്കുന്നു, 5 സീറ്റുകളിൽ LJPയും 4 വീതം സീറ്റുകളിൽ RLSPയും ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയും NDAയിൽ മത്സരിക്കുന്നു. അതേസമയം 26 സീറ്റുകളിലാണ് RJD മത്സരിക്കുന്നത്, 24 സീറ്റുകളിൽ JDU മത്സര രംഗത്തുണ്ട്. എന്തായാലും 2 കക്ഷികളും വലിയ രീതിയിൽ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 13,149 ബൂത്തുകളിൽ 43 പരമുള്ള ബൂത്തുകൾ പ്രശ്നബാധിത പ്രദേശമായ റെഡ് അലേർട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കനത്ത സുരക്ഷ, ഒപ്പം അർദ്ധസൈനിക വിഭാഗത്തിന്റെ അടക്കമുള്ള സുരക്ഷയാണ് മാവോയിസ്റ്റ് ഭീഷണി അടക്കം നിലനിൽക്കുന്നതിനാൽ ബൂത്തുകളിൽ സജ്ജമാക്കിയിട്ടുള്ളത്. മനു, പ്രത്യേകിച്ച് മഹാസഖ്യം വലിയ ഒരു മുന്നറിയിപ്പോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, പോളിംഗ് എല്ലാം തീർന്നുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. BJPക്ക് എന്തായാലും NDA കക്ഷിക്ക് അഭിമാന പോരാട്ടം, NDAയിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളടക്കം ഉയർന്നു വന്ന സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നണികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളടക്കം നടത്തുന്നത്? തീർച്ചയായിട്ടും പ്രതീക്ഷ മികച്ച ഒരു രീതിയിലുള്ള വിജയപ്രതീക്ഷയാണ് ഇരു മുന്നണികളും പുലർത്തുന്നത്. എങ്കിൽ പോലും ഈ നാലാം ഘട്ടത്തിൽ പൊതുവെ BJPക്ക് തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2010 തന്നെ 26 സീറ്റുകൾ BJP കൈക്കലാക്കിയിരുന്നു. ഇതിൽ 24 സീറ്റുകളാണ് അന്ന് JDU നേടിയിരുന്നത്. RJD 1 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു ഫലമായിരുന്നു ഉണ്ടായത്. അതിനാൽ തന്നെ ഈ നാലാം ഘട്ടത്തിലെ മുസാഫർപൂർ അടക്കമുള്ള 7 ജില്ലകളിലെ മുഴുവൻ മണ്ഡലങ്ങളും പ്രധാനമായും BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. കാരണം നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ നേരിട്ടുള്ള പ്രചാരണവും ഈ മേഖലയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് BJP സഖ്യം ഉള്ളതും നിൽക്കുകയും ചെയ്യുന്നത്. പട്ടണ പ്രദേശങ്ങളിൽ നിന്ന് ഉപരിയായി ഗ്രാമീണ മേഖലകളിൽ പോലും ഈ നാലാം ഘട്ട മണ്ഡലങ്ങളിൽ കൂടുതൽ സ്വാധീനമുണ്ട് എന്ന് NDA തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. അതേസമയം സ്വദേശീയരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടും മറ്റു വിവാദ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പ്രത്യേകിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ദളിത് അവസ്ഥയടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പ്രചാരണങ്ങൾ മഹാസഖ്യത്തിന് വിജയം നൽകുമെന്ന പ്രതീക്ഷയാണ് ലാലു നിതീഷ് സഖ്യത്തിനുമുള്ളത്. എന്തായാലും ഇരു മുന്നണികളും നല്ല വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാര്യങ്ങൾ തങ്ങളുടെ പരിധിക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് NDA. നാലാം ഘട്ടത്തിലെ ജനവിധി സംബന്ധിച്ച് ബീഹാറിൽ ഏത് രീതിയിൽ ജനങ്ങൾ ജനവിധിയോട് പ്രതികരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ നൽകിയത്.